അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഈ പാഠത്തിന്റെ തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം, യാ ഹയ്യു യാ ഖയ്യൂം. അപ്പൊ നോക്കൂ, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി ചോദിച്ചു. ഇല്ല. അൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇതുവരെ വായിച്ചതിൽ കൂട്ടുകാർക്ക് എന്തു മനസ്സിലാക്കി? നിരീശ്വരവാദി ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ, തൊട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അതിന് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇല്ല, ഇല്ല എന്ന് മറുപടി പറയുന്നു. അവസാനം കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബ് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നിരീശ്വരവാദി ചോദിച്ചു. നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? ഇമാം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു. ഇല്ല. നിരീശ്വരവാദി പറഞ്ഞു. കേട്ടിട്ടുണ്ടോ? ഇല്ല. തൊട്ടിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? നിരീശ്വരവാദി എളിഭ്യനാക്കി. നമുക്ക് റൂഹുണ്ട്, പക്ഷേ കാണാനും കേൾക്കാനും തൊടാനും കഴിയുന്നില്ല. റൂഹ് പോകുമ്പോൾ നാം മരിക്കുന്നു. കാണാനും കേൾക്കാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത കാര്യങ്ങൾ ധാരാളമുണ്ട്. അടയാളങ്ങൾ കൊണ്ടാണ് അവയെ നാം അറിയുന്നത്. വിവേകത്തോടെയുള്ള പെരുമാറ്റം ബുദ്ധിയുണ്ട് എന്നതിനുള്ള തെളിവാണ്. ചലനം റൂഹുണ്ടെന്നറിയിക്കുന്നു. ഈ ലോകം അതിൻ്റെ സൃഷ്ടാവുണ്ട് എന്നതിന് തെളിവാണ്. ഏതെങ്കിലും ഒരു വസ്തു സ്വയം ഉണ്ടായതായി കാണാൻ കഴിയുമോ? ഇല്ല. കാരണം പുൽച്ചെടിയോ മണൽത്തരിയോ പോലും ഇതുവരെ സ്വയം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികൾ, നക്ഷത്രങ്ങൾ, ഗാലക്സികൾ ഇവയെല്ലാം സൃഷ്ടാവില്ലാതെ ഉണ്ടാവുമോ? ഇല്ല. ഇവയെല്ലാം സൃഷ്ടിച്ചത് സർവശക്തനായ അല്ലാഹു തആലയാണ്. ഉസ്താദ് പറഞ്ഞു നിർത്തി. അടുത്ത പേജ് നോക്കൂ, 8ാമത്തെ പേജ്. അത് പറഞ്ഞത് ആരാണ്? ഹാമിദ് ചോദിച്ചു. 1,24,000 പ്രവാചകന്മാർ. അവർ കളവ് പറയാത്തവരും വഞ്ചിക്കാത്തവരുമാണ്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ നബിയാണ്. അവിടുന്ന് അൽ അമീനാണെന്ന് മുശ്രിക്കുകളടക്കം സമ്മതിച്ചതാണ്. നിരവധി അത്ഭുതങ്ങൾ അവരിൽ നിന്ന് പ്രകടമാക്കി. ഒരിക്കൽ ഒരാൾ അപേക്ഷിച്ചു, മൃഗങ്ങൾ നശിച്ചിരിക്കുന്നു, ജീവിതമാർഗങ്ങളെല്ലാം മുറിഞ്ഞിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലെ, മഴയ്ക്ക് വേണ്ടി അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും കാർമേഘം പ്രത്യക്ഷപ്പെട്ടു. പെരുമഴ വർഷിക്കാൻ തുടങ്ങി. 6 ദിവസം സൂര്യനെ പോലും കണ്ടില്ല. അടുത്ത ദിവസം ഒരാൾ വന്നു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു. മഴ നിർത്താൻ അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തു. ആകാശം തെളിഞ്ഞു. ഇപ്രകാരം വ്യക്തവും വ്യത്യസ്തവുമായ നിരവധി ദൃഷ്ടാന്തങ്ങൾ കാണിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തആലയെ പരിചയപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. അത് മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുന്നവനാണ് മുഅ്മിൻ. അടുത്ത പേജ് നോക്കൂ. ഈമാനിന് നിരവധി ശാഖകളുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടത് ഈമാൻ കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. കൂട്ടുകാർക്ക് ഈ പാഠം വായിച്ചത് മനസ്സിലാകില്ലേ? കൂട്ടുകാർ ഈ പാഠം
ആവർത്തിച്ച് വായിക്കുക. തദ്രീബാത്ത് മാത്രം പഠിച്ചാൽ എക്സാമിൽ നമുക്ക് മാർക്ക് വരില്ല. അപ്പോൾ നമ്മൾ പാഠം നല്ലവണ്ണം വായിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഈ പാഠത്തിന്റെ അവസാനത്തിൽ ഒരു ബോക്സ് കൊടുത്തിരിക്കുന്നു. അഫ്ദലുൽ ഈമാനി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതായത് ഈമാനിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നമുക്കിപ്പോൾ നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നഖ്റഉ വനഫ്ഹം. ഈ പാഠത്തിൽ നിന്ന് ഏതാനും പദങ്ങളും ആ പദങ്ങളുടെ അർത്ഥവും ഇവിടെ കൊടുത്തിരിക്കുന്നു. ഹലക നശിച്ചു, ഷുഅബ ശാഖ, സുബുൽ വഴികൾ, ഇളിബ്യൻ വിഡ്ഢി, മുഅ്മിൻ സത്യവിശ്വാസി, റൈസ് മഴ, ഗാലക്സി നക്ഷത്ര സമൂഹം, വിവേകം തിരിച്ചറിവ്, മുഷ്രിഖ് അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവൻ, ദൃഷ്ടാന്തം തെളിവ്. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നക്തുബുൽ മുനാവറ. അൽ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവും നിരീശ്വരവാദിയും തമ്മിലുള്ള സംഭാഷണം. നാം ഈ പാഠത്തിൽ ഒരു സംഭാഷണം പഠിച്ചല്ലോ. പക്ഷേ ആ സംഭാഷണ രൂപത്തിലല്ല പഠിച്ചത്, പാഠം വായിക്കുന്ന പോലെയാണ് പഠിച്ചത്. അതിനെ നമ്മൾ സംഭാഷണ രൂപത്തിൽ എഴുതണം. അടുത്ത പേജ് നോക്കൂ. നിരീശ്വരവാദി, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അവിടെ എന്താണ് മറുപടി പറയുന്നത്? അത് എഴുതണം. പിന്നെ ബാക്കിയുള്ള വരികളിൽ ആ സംഭാഷണം നമ്മൾ പൂർത്തീകരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നിരീശ്വരവാദി, നിങ്ങൾ റബ്ബിനെ കണ്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇല്ല. നിരീശ്വരവാദി, കേട്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇല്ല. നിരീശ്വരവാദി, തൊട്ടിട്ടുണ്ടോ? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഇല്ല. നിരീശ്വരവാദി, കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത റബ്ബുണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ബുദ്ധി കണ്ടിട്ടുണ്ടോ? നിരീശ്വരവാദി, ഇല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. കേട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി, ഇല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. തൊട്ടിട്ടുണ്ടോ? നിരീശ്വരവാദി, ഇല്ല. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ബുദ്ധിയുള്ളവനോ ഭ്രാന്തനോ? കാണാനും കേൾക്കാനും തൊടാനും കഴിയാത്ത ബുദ്ധി ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഇത്രയാണ് ആ സംഭാഷണം. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നുജീബ്. ഒന്നാമത്തെ ചോദ്യം, നമുക്ക് റൂഹുണ്ട്, നാം അതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെ? ഉത്തരം, ചലനം കൊണ്ടാണ് നമുക്ക് റൂഹുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. അടുത്ത പേജ് നോക്കൂ. രണ്ടാമത്തെ ചോദ്യം, കേൾക്കാനും കാണാനും തൊടാനും രുചിക്കാനും മണക്കാനും കഴിയാത്ത ധാരാളം കാര്യങ്ങളുണ്ട്, 3 എഴുതുക. ഉത്തരം, 1 റബ്ബ്, 2 ബുദ്ധി, 3 റൂഹ്. മൂന്നാമത്തെ ചോദ്യം, ആകാശഭൂമികൾ സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം, സർവശക്തനായ അല്ലാഹു തആലയാണ്. നാലാമത്തെ ചോദ്യം, അല്ലാഹു തആല ഉണ്ട് എന്നതിന് എന്താണ് തെളിവ്? ഉത്തരം, ഈ ലോകം അല്ലാഹു തആല ഉണ്ട് എന്നതിന് തെളിവാണ്. അഞ്ചാമത്തെ ചോദ്യം, ഈമാൻ എന്നാൽ എന്ത്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കലാണ് ഈമാൻ. 6. മുഅ്മിൻ ആരാണ്? ഉത്തരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും വിശ്വസിക്കുകയും അത് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വ്യക്തമാക്കുന്നവനുമാണ് മുഅ്മിൻ. 7. ഈമാനിന്റെ ശാഖകളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം, ഈമാൻ 70-ൽ പരം ശാഖകളാണ്. അതിൽ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഏറ്റവും താഴ്ന്ന പടിയിലുള്ളത് വഴിയിൽ നിന്ന് തടസ്സം നീക്കലാണ്. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നുബയ്യിനു സിയാഖ്. സന്ദർഭം വ്യക്തമാക്കണം. മഴ നിർത്താൻ അല്ലാഹു തആലയോട് പ്രാർത്ഥിച്ചാലും ഇത് ആരോട് എപ്പോൾ പറഞ്ഞു? ആ സന്ദർഭം വ്യക്തമാക്കണം. ഒരിക്കൽ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അപേക്ഷിച്ചു, അല്ലാഹുവിൻ്റെ റസൂലെ, മഴയ്ക്ക് വേണ്ടി
അള്ളാഹു തആലയോട് പ്രാർത്ഥിച്ചാലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതും കാർമേഘം പ്രത്യക്ഷപ്പെടുകയും പെരുമഴ വർഷിക്കാൻ തുടങ്ങുകയും ചെയ്തു. 6 ദിവസം സൂര്യൻ പോലും കണ്ടില്ല. അപ്പോൾ അടുത്ത ദിവസം ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ കാരണം സമ്പത്ത് നശിച്ചിരിക്കുന്നു, വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു, മഴ നിർത്താൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലുമെന്ന് പറഞ്ഞു. ഇതാണ് ആ സന്ദർഭം. അടുത്ത പ്രവർത്തനം തഖ്സീസ്. അതിൽ നോക്കൂ, ഈമാനിന് 70-ൽ പരം ശാഖകളുണ്ട്. 2 എണ്ണം പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവ കൂടാതെ 5 എണ്ണം എഴുതുക. അപ്പം നോക്കൂ: 1 ശുദ്ധി, 2 ക്ഷമ, 3 ലജ്ജ, 4 മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ, 5 അല്ലാഹു തആലയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്യൽ. ഈ പാഠവും ഈ പാഠത്തിന്റെ തദ്രീബാത്തും കൂട്ടുകാർക്ക് മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.